Okay, sir. ഇനി ഫോർത്ത് നമ്മൾ ഇഷ്യൂ ചെയ്തു 500. അപ്പൊ ഇത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള ഇതിലാണ് ചെയ്യുന്നത്. അവസാനം വന്നത് ആദ്യം പോയി തന്ന ഐഡിയയിൽ. ഫോർത്തിന് ഇഷ്യൂ ചെയ്ത് 500 യൂണിറ്റ്സ് അല്ലേ? അപ്പൊ അത് 6 അല്ല, ഇവിടെ ലാസ്റ്റ് എടുക്കുന്നത് 600 അല്ലേ? അതിൽ നിന്ന് ഇഷ്യൂ. അപ്പൊ ഇവിടെ നമ്മള് ഇഷ്യൂ കുളത്തില് 500 എന്ന് എഴുതും. റേറ്റ് എടുക്കുമ്പോ 12 എടുക്കണം. 500 12 ഇവിടെ 6000 വരും. ഈ ഇറക്കി എഴുതുമ്പോ ശ്രദ്ധിക്കണം, ഈ ഇതിന് ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ 700ന് അത് അതേപോലെ തന്നെ ഇറക്കി എഴുതുക. 700 10 7000. പിന്നെ ഇതിലൊരു 100 ബാലൻസ് ഉണ്ടാവില്ലേ? 100 12 1200. 100 12 1200. ഫോർത്തിന്റെ. പിന്നെ ഫിഫ്ത്തിന് ഇഷ്യൂ ചെയ്തു 300 യൂണിറ്റ്സ്. ഫിഫ്ത്തിന് ഇഷ്യൂ 300 എന്ന് എഴുതുമ്പോ ഇവിടെ 300 ഇഷ്യൂ അങ്ങനെ എഴുതാൻ പറ്റില്ല, കാരണം ഇവിടെ ലാസ്റ്റ് എടുക്കുന്ന 100 അല്ലേ? 100 12 1200. 200 കൂടി വേണം. 200 അതിന്റെ റേറ്റ് 10 ആയിരിക്കും. 10. അപ്പൊ നമ്മള് ഇപ്പൊ ഇത് താഴത്തെ ഇത് തീർന്നുവെങ്കിൽ പിന്നെ ബാലൻസ് തീർന്നെങ്കിൽ പിന്നെ നമ്മൾ മുകളിലത്തെ ആണല്ലോ എടുക്കുന്നത്. അതെ, ഇത് തീർന്നാലും പിന്നെ മേടിന്ന് എടുക്കാം. ലാസ്റ്റ് ഫസ്റ്റ് മറ്റേ മേടിന്നല്ല എടുത്തിരുന്നു. ഇതിന്ന് ഇപ്പൊ 200 എടുത്തപ്പോ ഇതില് 500 ബാക്കി ഉണ്ടാവും. 500 ബാലൻസ്. ഓക്കെ. ഇപ്പൊ ഇവിടെ 500 5000. അപ്പം ഫിഫോയില് ആണെങ്കിൽ ഇപ്പം ഈ മോളത്തെ അല്ലേ നമ്മൾ ആദ്യം എടുക്കുന്നത് ഫസ്റ്റ്. അപ്പം ഇപ്പൊ ഫസ്റ്റിലത്തെ ബാലൻസ് ഇപ്പൊ തീർന്നാണെങ്കിൽ പിന്നെ നമ്മൾ താഴത്തെ ആണല്ലേ എടുക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഞാനതൊന്ന് എഴുതി എടുത്തോട്ടെ.
സോ ഞങ്ങളുടെ ആണെങ്കിൽ ക്ലാസ്സിലാണെങ്കിൽ ഇപ്പം കോസ്റ്റ് ഷീറ്റാ പഠിപ്പിക്കുന്നത്. നേരെ കോസ്റ്റ് ഷീറ്റിലേക്ക് പോയി. ഇതൊക്കെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി ഈസിയാന്ന് തോന്നുന്നല്ലേ ഇത്? കോസ്റ്റ് ഫോർമാറ്റ് പഠിച്ചാൽ മതി. ഇത്ര ഇല്ല. ഫോർമുല കുറച്ചിങ്ങനെ കുറച്ച് കഴിയുമ്പോ അത് പണിയാവും. കോസ്റ്റ് ഷീറ്റിലും കുറെ ഐറ്റംസ് ഒക്കെ വരും. കുഴപ്പമില്ല, നിക്കട്ടെ. ഇപ്പൊ ടെസ്റ്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ടെസ്റ്റ് ഇല്ല. ചിലപ്പം ഹോംവർക്ക് ഇതിന്റെ ഒരു മിനിറ്റ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ആദർശ് കമ്പനി ഷെയർ ചെയ്തിട്ടുള്ള ഒരു മിനിറ്റ്. ബുക്കിൽ കൊടുത്തേക്കുന്നതല്ലേ? ആദർശ് നമ്പർ അതിന്റെ തന്നെ ലിഫോ മെത്തേഡ് അല്ലേ? അതെ. ഓക്കെ. കാണാൻ പറ്റണല്ലേ? ആദർശ് കമ്പനി അതൊന്ന് വരച്ചിട്ടോ ചെയ്തിട്ട് ആൻസർ കിട്ടും നോക്കാം.
സർ അത് ഞാനേ ജാനുവരി 10th ഡേറ്റ് നോക്കിയപ്പോഴാണ് അതില് 3 എഴുതണം. അതായത് ഇപ്പം 6th എഴുതിയപ്പം ഈ 4th ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ 2 ബാലൻസ് ഉണ്ട്. അതായത് 300 3900 600 4 2400. അപ്പം